Hi all, good evening. Good evening all. Hi all, good evening. Okay, so ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കെ, അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ പാത്തോളജി ആണ്. ഓക്കെ, ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഓഡിബിൾ അല്ലേ? സ്ലൈഡ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, സോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ ഓക്കെ, സോ നമ്മൾ ക്ലിനിക്കൽ പാത്തോളജി നമ്മൾ ഓൾറെഡി യൂറിൻ അനാലിസിസ് ഒക്കെ നോക്കി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലിനിക്കൽ പാത്തോളജി, സെമൻ, ഓക്കെ, അങ്ങനത്തെ ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നോക്കിയാലോ? ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ആണ്. സോ ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നിങ്ങൾ വായിച്ചിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ, സോ നല്ല നമ്മളെ ക്ലാസ് നന്നായിട്ട് മുന്നിലേക്ക് പോകണമെങ്കിൽ നിങ്ങളെ ചാറ്റിംഗ്, ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ചാറ്റ് ചെയ്യണം. ഓക്കെ, ഉത്തരം തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഉത്തരം നിങ്ങൾ എവിടെയാണോ, നിങ്ങൾക്ക് എവിടെയാണോ മിസ്റ്റേക്ക് വരുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമൽ കളർ ഓഫ് ഹ്യൂമൻ സെമൻ? ഹ്യൂമൻ സെമന്റെ നോർമൽ കളർ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻസ് ആർ പെയിൽ യെല്ലോ, ഓപ്ഷൻ ബി മിൽക്കി വൈറ്റ്, ഓപ്ഷൻ സി റെഡിഷ് ആൻഡ് ഓപ്ഷൻ ഡി ക്ലിയർ. സോ ഏതായിരിക്കും? യെസ്, അഞ്ജു ബി പറഞ്ഞു. യെസ്, വെരി ഗുഡ്. യെസ്, എല്ലാവരും ചാറ്റ് ചെയ്യാം. ബി ആണല്ലേ? ബാക്കിയൊക്കെ ഡിസീസ്ഡ് കണ്ടീഷനിലാണ് ബാക്കിയൊക്കെ ഇല്ല കളർ വരുന്നത് അല്ലേ? ഡിസീസ്ഡ് കണ്ടീഷൻ, നോർമൽ അല്ലാണ്ട് അബ്നോർമൽ ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് കണ്ടീഷൻസ് ഒക്കെ ഗ്രീനിഷ് കളർ വരും. പിന്നെ യെല്ലോയിഷ് കളർ, ഏജിങ് അല്ലെങ്കിൽ ജോണ്ടസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് കളർ ആയിരിക്കും വരിക. ഓക്കെ, അതുപോലെ റെഡിഷ് അല്ലെങ്കിൽ റസ്റ്റി കളർ ഒക്കെ എന്തെങ്കിലും ഹെമറ്റൂറിയ, ബ്ലഡിന്റെ പ്രസൻസ് ഉണ്ടെങ്കിലൊക്കെയാണ് വരിക. ഓക്കെ, ഹെമറ്റോസ്പെർമിയ, ഓക്കെ, ആ കണ്ടീഷനിൽ പറയുന്നതാണ് ഹെമറ്റോസ്പെർമിയ എന്ന് പറയും. ദെൻ ക്ലിയർ ഓർ വാട്ടറി ആണെങ്കിൽ ലോ സ്പേം കൗണ്ട് ആയിരിക്കും. പിന്നെ ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്രൗൺ ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദ ഓൾഡ് സെമൻ. ഓക്കെ, ഭയങ്കരമായിട്ട് എന്താണ് നമ്മുടെ ടെസ്റ്റിസിനൊക്കെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലാണ് ആ ഒരു സെമൻ ഉണ്ടാവുക. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഗ്ലാൻഡ് കോൺട്രിബ്യൂട്ട്സ് ദ മെജോറിറ്റി ഓഫ് ദ വോളിയം ടു സെമൻ? ഓക്കെ, ഏത് ഗ്ലാൻഡ് ആയിരിക്കും? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണോ, അല്ലെങ്കിൽ സെമിനൽ വെസിക്കിൾസ് ആണോ, അല്ലെങ്കിൽ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് ആണോ, അല്ലെങ്കിൽ ടെസ്റ്റിസ് ആണോ? സോ ഏതായിരിക്കും? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ഏതായിരിക്കും? വിച്ച് ഗ്ലാൻഡ്? സോ നമുക്കറിയാം അല്ലെ, സെമൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്പേം മാത്രല്ല അല്ലെ, കുറെ ഗ്ലാൻഡ്സിന്റെ സെക്രീഷൻസ് ആണ്, അതിന്റെ ഒരു എന്താണ് പ്രൊഡക്റ്റ് ആണ് ഈ സെമൻ എന്ന് പറയുന്നത്. സോ ഏതായിരിക്കും മെജോറിറ്റി? ഏതായിരിക്കും? യെസ്, ഏതായിരിക്കും? ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ, എ ആണോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷനാ. എ ആൻസർ കാണുന്നുണ്ട്. സോ എ ആണോ ബി ആണോ എന്നുള്ള കൺഫ്യൂഷൻ ആയിപ്പോയി അല്ലെ. ഏതായിരിക്കും ആൻസർ? സെമിനൽ വെസിക്കിൾസ് ആണ്. ഓക്കെ, സെമിനൽ വെസിക്കിൾസിലാണ് മെജോറിറ്റി, ഒരു 60 to 70% സെമിനൽ വെസിക്കിളിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് നമ്മുടെ ഫ്രക്ടോസ് ആഡ് ഓൺ ചെയ്യുന്നത് അല്ലെ? നമ്മള് സ്പേമിന് ഫ്രക്ടോസ് വേണം അല്ലെ? ഫ്രക്ടോസ് എന്തിനാണ്? മൂവ്മെന്റിന്. ദെൻ പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ ആവശ്യമുണ്ട് അല്ലെ? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ദെൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒരു 30% അല്ലെങ്കിൽ ഒരു 20% പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. ദാറ്റ് ഈസ് ലിക്വിഫാക്ഷൻ, പിന്നെ സിട്രിക് ആസിഡ്, സിങ്ക് ഒക്കെ കൊടുക്കുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ദെൻ ടെസ്റ്റിസ് ആൻഡ് എപ്പിഡിഡൈമസ് ഉണ്ട് 5%, സ്പെർമാറ്റോസോവ ഫോം ചെയ്യുന്നത്. ദെൻ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ്, അല്ലെങ്കിൽ എന്താ പറയാ, കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താണ് അത്? ജസ്റ്റ് ഒരു ലൂബ്രിക്കേഷൻ അല്ലെ? ഓക്കെ, ഇന്റർകോഴ്സിന്റെ ടൈമിൽ ജസ്റ്റ് എന്താണ് ആ ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതാണ് ഈ കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? 60 to 70 പറയുന്നത് സെമിനൽ വെസിക്കിൾ ആണ്. ഓക്കെ, സോ അത് മറന്നു പോകാൻ പാടില്ല. ടാബുലർ കോളം ഒന്ന് പഠിച്ചു വെച്ചോളൂ, ഡൗട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നോർമൽ pH റേഞ്ച് ഓഫ് സെമൻ? നോർമൽ pH റേഞ്ച്. സോ ഏതായിരിക്കും? ഓപ്ഷൻസിന്റെ ആവശ്യമുണ്ടോ? സിമ്പിൾ അല്ലേ?
എത്രയാണ്? ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, സിമ്പിൾ ആണ്. സോ ഓപ്ഷൻസ് വായിക്കേണ്ട ആവശ്യമില്ല അല്ലെ. ഏതാണ്? ഒരു ന്യൂട്രൽ 7.2 to 8 ആണ് അല്ലെ. ആ ഒരു എന്താണ് വെജൈനേന്റെ എത്രയായിരിക്കും? വെജൈനേന്റെ അസിഡിറ്റി ആണ് അല്ലെ, അസിഡിക് ആണ് വെജൈനൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ. സോ അതിനൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മുടെ സെമൻ ഒരു ഏകദേശം ഒരു ആൽക്കലൈൻ ആയിരിക്കും. ദാറ്റ് ഇസ് 7.2 to 8.2 അല്ലെങ്കിൽ 8 ഒക്കെ ആയിരിക്കും. ആ ഒരു ആൽക്കലൈൻറ്റ് മെയിൻ ആ ഒരു എന്താണ് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ. സോ വെജൈനൽ ട്രാക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹൈലി അസിഡിക് ആൻഡ് സെമൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Which sugar is abundant in semen and provides energy to sperm? So ഏത് ഷുഗർ ആണ് abundant? ഗ്ലൂക്കോസ് ആണോ, അല്ലെങ്കിൽ ഫ്രക്ടോസ് ആണോ, സൂക്രോസ് ആണോ, ലാക്ടോസ് ആണോ? ഏതാണ് abundant ആയിട്ടുള്ളത്? ഏതായിരിക്കും abundant? വേഗം ആൻസർ പറഞ്ഞേ. ഏതായിരിക്കും abundant? ഏതായിരിക്കും abundant? വേഗം ഓപ്ഷൻസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. സോ abundant ആയിട്ടുള്ളത് യെസ് ആമിന, ചിപ്പി, ആതിര, അഞ്ജു. യെസ്, വെരി ഗുഡ്. ബി ആണ്. ഓക്കെ, സുക്രോസും അല്ല, ഗ്ലൂക്കോസും അല്ല, ലാക്ടോസും ഒന്നും അല്ല, നമ്മുടെ മോണോസാക്രൈഡ് ആയിട്ടുള്ള ഫ്രക്ടോസ് ആണ്. ബി ആണ് ആൻസർ. ഓക്കെ, സോ തെറ്റിപ്പോയവരൊന്ന് ശ്രദ്ധിക്കുക. സോ ഫ്രക്ടോസ് ഈസ് എ മോണോസാക്രൈഡ്. ഓക്കെ, ഷുഗറിൽ വരുന്ന മോണോസാക്രൈഡ് ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. ദാറ്റ് പ്രൊവൈഡ്സ് എനർജി അല്ലെ, വയബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫ്രക്ടോസ് ആണ്. ആൻഡ് കപ്പാസിറ്റേഷൻ, അതായത് ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ടില്ലേ, അതിനാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. ഓവത്തിനെ ഫ്യൂസ് ചെയ്യാനുള്ള കഴിവ്. ഓക്കെ, അതിനാണ് നമ്മൾ കപ്പാസിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഓവത്തിനെ എങ്ങനെ ഫ്യൂസ് ചെയ്യുന്നത്? എന്തുപയോഗിച്ചിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്? ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്? ഒന്ന് പറഞ്ഞേ, ആൻസർ ഒന്ന് പറഞ്ഞേ. ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് ഫ്യൂസ് ചെയ്യുന്നത്? സോ പെനിട്രേഷൻ ചെയ്യുന്നത് ഏത് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ്? ഒന്ന് ആൻസർ പറയാം, ചാറ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രൊവൈഡ്സ് എനർജി, then maintains viability and support capacitation. So capacitation അതായത് ആ ഒരു പെനിട്രേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു പെനിട്രേഷൻ എങ്ങനെ സംഭവിക്കുന്നത്? ഏത് സ്ട്രക്ചർ കൊണ്ടാണ്? ആക്രോസോം അല്ലെ, സ്പെർമിന്റെ ആക്രോസോം കൊണ്ടാണ് ആ ഒരു പെനിട്രേഷൻ സംഭവിക്കുന്നത്. ഓക്കെ, സോ ഇത് മൂന്നും ഓർത്ത് വെച്ചോളൂ. ഏതാണ്? മോണോസാക്രൈഡ് ആണ്. ഓക്കെ, മോണോസാക്രൈഡ് ആണ് ഫ്രക്ടോസ് എന്ന് പറയുന്നത്. മോണോസാക്രൈഡ് ഷുഗർ ആണ് ഫ്രക്ടോസ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the normal volume of semen per ejaculation? So എത്രയായിരിക്കും per ejaculation ന് നോർമൽ വോളിയം എത്രയാണ്? 0.5 to 1 ആണോ, അല്ലെങ്കിൽ 1 to 2 ml ആണോ, അല്ലെങ്കിൽ 2.5 ആണോ, അല്ലെങ്കിൽ 6 to 10 ആണോ? എത്ര ml ആയിരിക്കും? സിമ്പിൾ ആണല്ലേ. എത്രയാണ് ml വരുക? ആൻസർ പറയാം. എത്രയാണ്? സി ആണ്. ദാറ്റ് ഈസ് 2 to 5 ml ആണ് ഒരു ഇജാക്കുലേഷനിൽ വരുന്ന സെമന്റെ കണ്ടന്റ്. ഓക്കെ, 2 to 10, that is C ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ. Semen analysis should be performed after a period of abstinence of. സോ എന്താണ് ഈ ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ? ഇന്റർകോഴ്സ് പാടില്ല. ഓക്കെ, ആ ഒരു ടൈമിനെ നമ്മൾ ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സെമൻ അനാലിസിസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നോ ഒരു കൈൻഡ് ഓഫ് മാസ്റ്റർബേഷനോ ഇന്റർകോഴ്സോ കാര്യങ്ങളോ ഒന്നും പാടില്ല. ഓക്കെ, സോ അത് എത്ര ദിവസമാണെന്ന് ചോദിക്കുന്നത്? 1 to 2 ആണോ, അല്ലെങ്കിൽ 2 to 7 ആണോ, 8 to 10 ആണോ, അല്ലെങ്കിൽ 12 to 15 ആണോ? ഒന്ന് വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. എത്രയാണ്? സെമൻ അനാലിസിസ് ഷുഡ് ബി പെർഫോംഡ് ആഫ്റ്റർ എ പീരീഡ് ഓഫ് ആബ്സ്റ്റിനൻസ് ഓഫ്. സോ ആ ഇത്ര പീരീഡ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സെമനെ അനാലിസിസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഏതായിരിക്കും ആൻസർ വരുക? ഒരാഴ്ച അല്ലെ, ഒരാഴ്ച എന്ന് പറയാ. 2 to 7. ഓക്കെ, 2 to 7 days ആണ് that provides the optimal sample. ഓക്കെ, കൂടുതൽ അക്യുമുലേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, സാമ്പിൾ അനാലിസിസിലെ റിസൾട്ട് അക്യുറേറ്റ് ആവണമെങ്കിൽ ഏകദേശം 2 to 7 days of abstinence ഫോളോ ചെയ്യണം. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡിക്കേറ്റ് അസോസ്പെർമിയ? ഏതായിരിക്കും? നോ സ്പെർം മോട്ടിലിറ്റി ആണോ, നോ സ്പെർം കൗണ്ട് ആണോ, അല്ലെങ്കിൽ ലോ സെമൻ വോളിയം ആണോ, അല്ലെങ്കിൽ ഹൈ സെമൻ വിസ്കോസിറ്റി ആണോ? ഏതായിരിക്കും വരുക?
No, that is azoospermia അല്ലെ? Azoospermia എന്നാ പറയുന്നത്. So azoospermia ആണ് പറഞ്ഞാല് a zoospermia. So zoo എന്ന് പറഞ്ഞാല് മൊട്ടൈൽ ആവുന്നതിനെ നമ്മൾ zoo എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സുവോളജി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മൊട്ടൈൽ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പഠിക്കുക ചെയ്യുന്നത് സൂ അല്ലെ? അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് സഞ്ചരിക്കാൻ പറ്റും. ദാറ്റ് ഇസ് സൂ. ഓക്കെ, സൂന്റെ മീനിങ് അതാണ്. സോ എസ് സൂ എന്ന് പറയുന്നതുകൊണ്ട് ആബ്സെൻസ്. ഓക്കെ, സോ അതിന് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അസോസ്പെർമിയ. സോ ആൻസർ എന്തായിരിക്കും വരിക? ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ എന്തായിരിക്കും? ബി അല്ലേ? ബി ആണ് വരിക. സോ ആബ്സെൻസ് ഓഫ് സ്പേം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോ സ്പേം കൗണ്ട് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണോ? ബി ആണ് ആൻസർ വരിക. ഓക്കെ, സോ ഈ ഒരു ടെർമിനോളജി ഒക്കെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. നോർമോസൂസ്പെർമിയ എന്ന് വെച്ചാൽ നോർമൽ. ഓക്കെ, ആ ഒരു വേർഡ് തന്നെ നമുക്ക് മനസ്സിലാവും, ആ ഒരു മീനിങ് കിട്ടുന്നുണ്ട്, നോർമൽ. ഓക്കെ, നോർമോസൂസ്പെർമിയ. ദെൻ ഒളിഗോമേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? പ്രോട്ടീൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം നമ്മൾ ഒളിഗോമർ അല്ലെ, ഒളിഗോമറിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? സോ ഒളിഗോമേഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? പ്രോട്ടീൻസിന്റെ കാര്യം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അമിനോ ആസിഡ്സിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ 2 to 3 അല്ലെങ്കിൽ ഒരു 3 to 10 ഒക്കെ ഒളിഗോമേഴ്സ് അല്ലെ? ആ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റീനെ നമ്മൾ ചെറിയൊരു നമ്പറിനെ നമ്മൾ അങ്ങനെ പറയുന്നത്. സോ ഒളിഗോസൂസ്പെർമിയ എന്ന് പറഞ്ഞാല് എന്താണ്? ലോ സ്പേം കൗണ്ട് ആണ്. ഓക്കെ, then next azoospermia means no sperm present in the semen, and asthenozoospermia എന്ന് പറഞ്ഞാൽ poor sperm motility, അതായത് അവർ വീക്ക് ആണ്. ഓക്കെ, asthenozoospermia എന്ന് പറയും. ഓക്കെ, വീക്ക് ആയിട്ടുള്ളതാണ്. then sperm count പറഞ്ഞിട്ടുണ്ട്, that is less than 15. ലെസ് ദാൻ 15 എന്ന് പറയുന്നത് ലോ ഒളിഗോ ആണ്. then more than 15 എന്ന് പറയുന്നത് നോർമോ. So zero sperm എന്ന് പറഞ്ഞാല് no sperm, that is azoospermia, and less than 40% is asthenozoospermia. Okay, പിന്നെ അവരുടെ പോസിബിൾ കോസസും പറയുന്നുണ്ട്. സോ ടാബുലർ കോളം നന്നായിട്ട് പഠിക്കുക. then teratozospermia എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ഷേപ്പിനെ നമ്മൾ teratozospermia എന്ന് പറയുന്നത്. സോ ഓവർ ഏജ് ഒക്കെ ആവുമ്പോഴാണ് ഈ പറയുന്ന ഡിഫക്ട്സ്, അല്ലെങ്കിൽ ഒന്നിക്കൽ ജന്മനാ ഉണ്ടാവും, ആ ഒരു പ്യൂബർട്ടി ടൈമിലൊക്കെ സ്പെർമാറ്റോജെനസിസ് ഒക്കെ നടക്കുന്ന ടൈമിലായിരിക്കും ഈ ഒരു ജന്മനാ കിട്ടുന്ന ഡിഫക്റ്റ് ആണിത്. ഓക്കെ, ടെറാറ്റോസോസ്പെർമിയ ഒക്കെ ഏജ്ഡ് ആവുമ്പോൾ ഓക്കെ ഓരോരോ അസുഖം, ഈ എന്താണ് DNA കറക്ഷനും റിപ്പയർ മെക്കാനിസം ഒക്കെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. കൂടുതൽ DNA അൺറിപ്പയർഡ് ആയിട്ടുള്ള DNA അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഒക്കെയാണ് ഈ പറയുന്ന ടെറാറ്റോസൂസ്പെർമിയ ഒക്കെ സംഭവിക്കുന്നത്. ഓക്കെ, അബ്നോർമൽ സ്പെർം ഷേപ്പ് എന്നാ പറയാം. then necrozoospermia. so necrosis എന്നൊക്കെ കേട്ടിട്ടില്ലേ? so necro means it is dead ആയിട്ടില്ലേ, നോൺ വയബിൾ ആയിരിക്കും. then cryptozoospermia means സെൻട്രിഫ്യൂജ് ചെയ്താൽ വളരെ കുറച്ച് സ്പേംസ് തന്നെയായിരിക്കും കിട്ടുക. ദാറ്റ് ഇസ് വെരി ലോ, ലെസ് ദാൻ 1 million per milliliter ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നോർമൽ ആയിട്ടില്ലേ സ്പേമിന് ഇവിടെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഹെഡ് ഡിഫക്ട്സ് ആയിട്ടുള്ള 2 എണ്ണം, 2 ഹെഡ്, ദെൻ ബൈലോബ്ഡ്, ട്രൈലോബ്ഡ് ഒക്കെ ആയിട്ടുള്ളത്. ഓക്കെ, ഡിപ്ലോയിഡ് ഒക്കെ ആയിട്ടുള്ളത്. ദെൻ ആക്രോസോം ലെസ്, ഞാൻ പറഞ്ഞല്ലേ കപ്പാസിറ്റേഷന് വേണമെങ്കിൽ അല്ലെ പെനിട്രേഷന് വേണമെങ്കിൽ ആക്രോസോം എന്ന് പറയുന്ന സ്ട്രക്ചർ അവിടെ പ്രസന്റ് ആയിരിക്കണം. സോ ഇവിടെ ആക്രോസോം ലെസ് ആണ്. ദെൻ മിഡിൽ പീസ് ഡിഫക്ട്. ഓക്കെ, മിഡിൽ പീസ് അല്ലെങ്കിൽ മിഡിൽ പീസ് എന്തിനാന്ന്? what is the need of mid piece? mid piece എന്തിനാണ്? അവിടെ മൈറ്റോകോൺട്രിയ ഉണ്ടല്ലേ, കൂടുതൽ എനർജി വേണം അല്ലെ, മോട്ടിലിറ്റി കൂടുതൽ മൊട്ടൈൽ ആയിരിക്കണം. സോ അതിനാണ് ഈ മിഡ് പീസ്. സോ മിഡ് പീസ് ഡിഫക്റ്റ് വന്നാൽ അവിടെ ATP കാര്യങ്ങളൊന്നും സിന്തസൈസ് ചെയ്യുന്നില്ല അല്ലെ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റും കാര്യങ്ങളൊന്നും സിന്തസൈസ് ചെയ്യുന്നില്ല, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷനോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നില്ല. സോ ഈ ഒരു സ്പേം ഉണ്ടാവും, കൗണ്ട് ഉണ്ടാവും, പക്ഷെങ്കിൽ ഇത് ഇങ്ങനെ എന്താ ടെറാറ്റോസോസ്പെർമിയ ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ പീസ് ഡിഫക്റ്റ് ആയിരിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ദെൻ ടെയിൽ ഡിഫക്റ്റ് ആണെങ്കിൽ എന്താണ്? അവർക്ക് നല്ല രീതിയിൽ സ്വിം ചെയ്ത് പോവാൻ പറ്റില്ല. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിഫക്ട്സിൽ വരുന്നത്. സോ ടാബുലർ കോളൊക്കെ കൂടുതലും പഠിക്കുമ്പോൾ ടാബുലർ കോൾ ആയിട്ട് പഠിക്കുക. ദെൻ നെക്സ്റ്റ് ഇസ് പോളിസൂസ്പെർമിയ. ഹൈ സ്പേം കൗണ്ട് ഉണ്ടെങ്കിലും അത് പ്രശ്നമാണ്. ദെൻ എസ്പെർമാറ്റൈസം, ദാറ്റ് ഇസ് ദ ഫെയിലർ ടു ഇജാക്കുലേറ്റ്. ഓക്കെ, സ്പേം കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ആ പ്രോസസ് അവിടെ
നടക്കുന്നില്ല. ഓക്കെ, ഇജാക്കുലേറ്ററി ഡക്ട് ഒബ്സ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് സംഭവിക്കുക. ദെൻ ഹെമാറ്റോസൂസ്പെർമിയ മീൻസ് ബ്ലഡിന്റെ പ്രസൻസ്. ഓക്കെ, എന്താണ് ബ്ലഡ് തനിയെ വിത്തൗട്ട് എനി റീസൺ ബ്ലഡ് വരുന്നത്, എന്തെങ്കിലും കൈൻഡ് ഓഫ് ട്രോമ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ബ്ലഡിന്റെ പ്രസൻസ്, ഹെമറ്റോസൂസ്പെർമിയ എന്ന് പറയും. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, liquefaction of semen normally occurs within. So സെമന്റെ liquefaction എപ്പോഴാ സംഭവിക്കുക? 10 minutes ആണോ, 30 minutes ആണോ, 60 minutes ആണോ, അല്ലെങ്കിൽ 90 minutes ആണോ? എപ്പോഴായിരിക്കും? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. liquefaction of semen എപ്പോഴായിരിക്കും? liquefaction സംഭവിക്കുന്ന സെമനിലെ 30 minutes, അരമണിക്കൂർ ആവുമ്പോ ആഫ്റ്റർ ഇജാക്കുലേഷൻ അരമണിക്കൂർ ആവുമ്പോ സെമൻ എന്താവും? ലിക്വിഫൈ ചെയ്യും. ഓക്കെ, അതാണ് ഒരു ഗുഡ് ഒരു എന്താണ് ക്വാളിറ്റി സെമന്റെ ഒരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ അത് ലിക്വിഫൈ ചെയ്യണം, അരമണിക്കൂർ കൊണ്ട് തന്നെ ലിക്വിഫൈ ചെയ്യണം. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് കമ്പോണന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കോയാഗുലേഷൻ ഓഫ് സെമൻ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇജാക്കുലേഷൻ? സോ ഇജാക്കുലേഷൻ കഴിഞ്ഞ പാട് എന്താണ് കൊയാഗുലേഷൻ ഓഫ് സെമൻ നടക്കണല്ലേ, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇജാക്കുലേഷൻ. സോ അത് ഏതാണ്, ഏത് ഗ്ലാൻഡ് അല്ലെങ്കിൽ ഏത് എൻസൈംസ് ആണ് സഹായിക്കുന്നതെന്ന് ചോദിക്കുന്നത്. സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ് ആണോ, അല്ലെങ്കിൽ പ്രോസ്റ്റാറ്റിക് എൻസൈംസ് ആണോ, അല്ലെ ബൾബോ യുറേത്രൽ ഗ്ലാൻഡ് മ്യൂക്കസ് ആണോ, അല്ലെ ടെസ്റ്റിക്കുലർ ഹോർമോൺസ് ആണോ? സോ എന്താണ് കൊയാഗുലേഷൻ, റെസ്പോൺസിബിൾ ഫോർ ദ കൊയാഗുലേഷൻ. കൊയാഗുലേഷൻ ചെയ്യുന്നത് ആരാണ്? സെമൻ കൊയാഗുലേഷൻ ചെയ്യുന്നത് ആരാ? ആരാ കൊയാഗുലേഷൻ ചെയ്യുന്നത്? യെസ്, സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ തെറ്റിപ്പോവാൻ പാടില്ല. സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ് ആണ് കൊയാഗുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, കൊയാഗുലേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. സോ സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ് ആണ് കൊയാഗുലേഷൻ ചെയ്യുന്നത്. സോ കൊയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ്? സോ ഏതൊക്കെയാണ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാല്? രണ്ട് പ്രോട്ടീൻസിന്റെ പേര് പറഞ്ഞേ. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, രണ്ട് പ്രോട്ടീൻസിന്റെ പേര് ചാറ്റിൽ പറയാം. സെമിനൽ വെസിക്കൽ പ്രോട്ടീൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻസർ പറഞ്ഞോളൂ. Next question, a normal sperm motility percentage, that is progressive motility, should be at least എത്രയായിരിക്കും പ്രോഗ്രസീവ് മോട്ടിലിറ്റി? ഓക്കെ, അതിന് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്കല്ലേ നമ്മളെ എന്താണ് ഇസ്തമസ് അല്ലെ, ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവണം അല്ലെ, സ്വിം ചെയ്ത് പോവണം. സോ അതിന് എത്രയാണ് പ്രോഗ്രസീവ് മോട്ടിലിറ്റി എന്ന് പറഞ്ഞാല്? എത്രയായിരിക്കും? 20 ആണോ, 30 ആണോ, 40 ആണോ, 60 ആണോ? ആൻസർ പറയാം. എത്രയായിരിക്കും? 40 ആണ്. ഓക്കെ, 40% ആണ്. സോ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ഏരിയ ആണ് ഈ ഒരു സെമൻ അല്ലെ, കുറെ ഗ്ലാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, പറയുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുന്നുണ്ട് ആൻസർ പറയുമ്പോൾ. സോ 40% ആണ്. ഓക്കെ, 40%. WHO ക്രൈറ്റീരിയ പ്രകാരം 40% മോട്ടൈൽ സ്പെർം ഉണ്ടാവണം, പ്രോഗ്രസീവ്. ഓക്കെ, പ്രോഗ്രസീവ് ആയിട്ടുള്ള, അതായത് സക്സസ്ഫുൾ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ. ഓക്കെ, സോ പ്രോഗ്രസീവ് മോട്ടിലിറ്റി, സ്പെർം മോർ ആക്റ്റീവ്ലി അവർ ഫോർവേഡ് മൂവ് ചെയ്യണം. പിന്നെ റൊട്ടേഷണൽ മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്താണ്, ഹൈലി റൊട്ടേഷണൽ മോഷൻ മാത്രം ഉണ്ടായാൽ പോരാ അല്ലെ, റൊട്ടേറ്റ് ചെയ്ത് ഒരു നമ്പർ ഓഫ് സ്പേംസ് മാത്രം റൊട്ടേറ്റ് ചെയ്താൽ കാര്യമുണ്ട്. അവർക്ക് ആ ഒരു ഫോർവേഡ് മൂവ്മെന്റ് അവിടെ നിൽക്കും. ഓക്കെ, സോ അതൊക്കെ എന്താണ്, നോൺ പ്രോഗ്രസീവ് മൂവ്മെന്റ് ആണ്, നോൺ പ്രോഗ്രസീവ് മോട്ടൈലിറ്റി ആണ്. ഓക്കെ, സോ ഫോർവേഡ് ആയിട്ട് എഫക്റ്റീവ് ആയി മൂവ് ചെയ്യണമെങ്കിൽ എന്താണ്, ടെയിൽസ് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം, ATP സിന്തസിസും കാര്യങ്ങളൊക്കെ നടക്കണം. ഓക്കെ, സോ ഇമ്മോട്ടൈൽ പറയുമ്പോൾ ദേ വിൽ നോട്ട് മൂവ്. ഓക്കെ, they do not move at all. So dead അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള സ്പേംസ് ആയിരിക്കും. ഓക്കെ, സോ ഏതാണ്? ആൽബോഗ്ലോബുലിൻസ്. ഓക്കെ, ലാക്ടോഫെറിൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, സോ അതൊക്കെയാണ് പ്രോട്ടീൻസ് വരുന്നത്. സോ അവരെ ക്ലീവ് ചെയ്യുമ്പോൾ എന്താണ് അവർ ലൈസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ
ബാക്കിയുള്ള ആരും ആൻസർ പറഞ്ഞിട്ടില്ല. Albumin, globulin. Okay, fine. Okay, next question. Sperm morphology is best evaluated using which stain? ഏത് stain ആണ് യൂസ് ചെയ്യുക? ജെയിംസ stain ആണോ, റൈറ്റ് stain ആണോ, പപ്പാനിക്കുലെ ആണോ, അല്ലെങ്കിൽ ഗ്രാം stain ആണോ? പപ്പാനിക്കുലെ പാപ്പ്. ഓക്കെ, PAP stain ആണോ? ഏതായിരിക്കും ബെസ്റ്റ് ആയിട്ട് നമ്മള് കൂടുതലും നമ്മൾ പറയുന്നത് ഏതാണ്? പാപ്പ് സ്റ്റെയിൻ ആണ്. ഓക്കെ, പാപ്പ് സ്റ്റെയിൻ ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. സോ ക്ലിയർ ആയിട്ട് അതിന്റെ ഓരോരോ ഭാഗവും ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, ലൈക്ക് ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ ഒക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ പാപ്പ് സ്റ്റെയിൻ allows the detailed valuation of sperm head, then mid piece and the tail morphology. Okay, so ഇതിലെ ഹെമറ്റോക്സിൻ സ്റ്റെയിൻ ന്യൂക്ലിയർ ഹെഡിന് അത് എന്ത് കളറാണ് കൊടുക്കുന്നത്? ബ്ലൂ ടു ഡാർക്ക് പർപ്പിൾ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര ഡാർക്കിഷ് ആയിട്ടുള്ള കളർ, ഡാർക്ക് ബ്ലൂ ഒക്കെയാണ് കൊടുക്കുന്നത്. ദെൻ ഓറഞ്ച് ജി സ്റ്റെയിൻ കെരാറ്റിനൈസ്ഡ്, ദാറ്റ് ഇസ് ദ ഓറഞ്ച് കളർ ആണ്. ദെൻ യോസിൻ EA ഉണ്ട്, ദാറ്റ് ഇസ് ദ മിക്സ്ചർ ഓഫ് സ്റ്റെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ടെയിൽസ്. ഗ്രീൻ കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. സോ അത് അത്രയും എന്താണ് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. സോ നന്നായിട്ട് നമുക്ക് അതിന്റെ മോർഫോളജി പഠിക്കാൻ പറ്റും. സോ പാപ്പ് ആണ് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് വൺ, വിച്ച് സ്ട്രക്ചർ ഇൻ ദ സ്പേം കണ്ടെയ്ൻസ് എൻസൈംസ് ദാറ്റ് ഹെൽപ്പ് ഇൻ പെനിട്രേറ്റിംഗ് ദ ഓവം? സോ ഓവം പെനിട്രേഷൻ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഏതായിരിക്കും? ഓപ്ഷൻസിന്റെ ആവശ്യമുണ്ടോ? വേണ്ട അല്ലെ. ഏതായിരിക്കും? ഓപ്ഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഏതാണ്? ഡി ആണ്, ആക്രോസോം ആണ്. ഓക്കെ, ആക്രോസോം ആണ് പെനിട്രേറ്റ് ചെയ്യാൻ ഇല്ലത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം. സോ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഹെഡ് എന്ന് പറയും അല്ലെ. 3 പോർഷൻസ് ഉണ്ട്. സോ ഫസ്റ്റ് പോർഷൻ ഹെഡ് എന്ന് പറയും. ഹെഡ്, പിന്നെ മിഡിൽ പീസ് ഉണ്ട്, മിഡിൽ പീസ്, ദെൻ ടെയിൽ. അങ്ങനെയാണ് നമ്മൾ കോമൺലി നമ്മൾ ക്ലാസിഫൈ ചെയ്യാറ് 3 പാർട്സ് ആയിട്ട്. ഹെഡ്, ദെൻ മിഡിൽ പീസ്, ദെൻ ടെയിൽ. ഓക്കെ, സോ ഈ ഒരു ഹെഡിൽ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ ആക്രോസോംസ് ഉണ്ട്, ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമസോമൽ മെറ്റീരിയൽ അല്ലെ. ഇതിന്റെ ക്രോമസോം എങ്ങനെയായിരിക്കും? എത്രയായിരിക്കും? ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ഒന്ന് ചാറ്റ് ചെയ്തേ. ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ഇവര് ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? ക്രോമസോം എങ്ങനെയായിരിക്കും? ക്രോമസോം മെറ്റീരിയൽ ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? സ്പേം എന്ന് പറയുമ്പം ഡിപ്ലോയിഡ് ഓർ ഹാപ്ലോയിഡ് ഏതായിരിക്കും? വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ? അവരെ ക്രോമസോം നമ്പർ എങ്ങനെയായിരിക്കും? ഡിപ്ലോയിഡ് ആണോ ഹാപ്ലോയിഡ് ആണോ സ്പേമിന്റെ? ഓക്കെ, അത് ചാറ്റ് ചെയ്യാ നിങ്ങള്. Then next one, neck ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, മൈറ്റോകോൺഡ്രിയ, that is the energy source അല്ലെ. ATP എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ അല്ലെ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ വഴിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? ആക്സോണമി ഉണ്ടല്ലേ. 9+2 മൈക്രോട്യൂബ്യൂൾ അറേഞ്ച്മെന്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, 9+2 മൈക്രോട്യൂബ്യൂൾ arrangement. ടെയിലിന് 9+2 മൈക്രോട്യൂബ്യൂൾ അറേഞ്ച്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ സൈറ്റോസ്കെൽറ്റൻസ് ഒക്കെ പറയുന്ന പോലെ മൈക്രോട്യൂബ്യൂൾസ് ആണ് ഇവിടെ. 9+2 അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്തിട്ട് അങ്ങനെ പോകാൻ പറ്റുന്നത്. ഓക്കെ, ആ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആള്. നമ്മൾക്ക് എനർജി കിട്ടുന്നത് എങ്ങനെയാണ്? ത്രൂ ഗ്ലൂക്കോസ് അല്ലെ. പിന്നെ അതുപോലെ നമ്മളെ ATP, നമ്മുടെ എന്താണ് മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ATP വഴി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ സ്പേമിന് ഫ്രക്ടോസ് ആണ് ഇല്ലും. ഓക്കെ, അവർക്കും ATPയും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈറ്റോകോൺഡ്രിയയിൽ. സോ ഇതിന് ഫ്ലിപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 9+2 അറേഞ്ച്മെന്റ് ആയിട്ടുള്ള മൈക്രോട്യൂബ്യൂൾസിന്റെ ആ ഒരു അറേഞ്ച്മെന്റ് കൊണ്ട് ആക്രോസോംസിന്റെ എന്താണ് പെനിട്രേഷനും കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് സക്സസ്ഫുൾ ആയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക. ഓക്കെ, സോ യെസ്, കുറെ ആൾക്കാര് ഡിപ്ലോയിഡ് പറഞ്ഞിട്ടുണ്ടല്ലോ. എങ്ങനെ ഡിപ്ലോയിഡ് വരുക? സ്പേം ഡിപ്ലോയിഡ് ആയാല് എന്താണ്? സ്പേം ഡിപ്ലോയിഡ് ആവുക? സ്പേം ഡിപ്ലോയിഡ് ആവില്ല ഒരിക്കലും. ഓക്കെ, ദേ വിൽ ബി ഹാപ്ലോയിഡ്. N ആണ് ഉണ്ടാവുക. അവരുടെ ക്രോമസോം നമ്പർ എന്ന് പറഞ്ഞാൽ N ആണ്. ഓക്കെ, നമ്മുടെ ബേസ് ആണ്. നമ്മുടെ എന്താണ് സ്പേമും ഓവം ഒക്കെ ഹാപ്ലോയിഡ് ആണ്.
ഹാഫ് ദ നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉണ്ടാവുക അവർക്ക്. ഓക്കെ, ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ഉണ്ടായാലേ നമ്മൾ മനുഷ്യന്മാര് ജനിക്കും. ഓക്കെ, അതിന്റെ ഹാഫ് ഇപ്പൊ ഒരു സ്പേമും ഓവും കൂടി ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് 2n എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. 2n. ഓക്കെ, ഈ 2n എന്ന് പറയുന്നതാണ് ഡിപ്ലോയിഡ്. ഓക്കെ, ഡിപ്ലോയിഡ് എന്ന് പറയുന്നത് 23 പെയേഴ്സ് ഒക്കെ ആവണമെങ്കിൽ എങ്ങനെയാണ്? ഇതും 23 ആവണം, എന്നാലേ നമുക്ക് 46 കിട്ടൂല. നമ്മള് ഹ്യൂമൻ ബീങ്സ് ഫോം ചെയ്യൂലു. ഓക്കെ, ഇനി ഇവരും 46 എന്ന് പറഞ്ഞാല് ബാക്കി വരുന്ന പ്രോഡക്റ്റ് എങ്ങനെയായിരിക്കും? വേറെ എന്തെങ്കിലും ജീവിയായി പോവും അല്ലെ? ഹ്യൂമൻ ബീങ്സ് ആവോ? ഇല്ല. ഓക്കെ, സോ എപ്പോഴും ഓർമ്മിച്ചു വെക്കുക, ഈ ഒരു സ്പേമും ഇനിയിപ്പം ഓവത്തിന്റെ കേസ് എടുത്താലും അവരെപ്പോഴും ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, നമ്മുടെ ബേസ് ആണത് ഹാപ്ലോയിഡ്സ് ആണ് ഉണ്ടാവുക. ഹാപ്ലോയിഡ്. ഇനി ഇവരെ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ്, ഫെർട്ടിലൈസേഷൻ വഴിയാണ് എന്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ഓക്കെ, സൈഗോട്ട് എന്ന് പറഞ്ഞാൽ ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, ഹാപ്ലോയിഡ് ഹാഫ് ആലോചിച്ചാൽ മതി. ഹാപ്ലോയിഡ്. സോ ഹാഫും കൂട്ടിയിട്ടാണ് ഒരു ഫുൾ സൈഗോട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഓവും സ്പേമും ഒക്കെ എന്താണ്? ഹാപ്ലോയിഡ് ആണ്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെമൻ വിസ്കോസിറ്റി ഈസ് അസിസ്റ്റ് ബൈ. സെമൻ വിസ്കോസിറ്റി എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? മെഷറിംഗ് കളർ, then drip pattern and string formation, then fructose estimation, then pH measurement. സോ എങ്ങനെയാ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? എത്ര വിസ്കസ്? ഹൈലി വിസ്കസ് ആവുമ്പോൾ അത് ശരിയാവുക? നമ്മുടെ പ്യുവർ തേൻ അല്ലെ, പ്യുവർ ഹണി ഒക്കെ നമ്മൾ എങ്ങനെയാ നോക്കുക? അതിന് ആ ഒരു വിസ്കോസിറ്റി ഹൈലി വിസ്കസ് ആണെന്ന് നോക്കുക അല്ലെ? ഈ വിസ്കസ് ആവുമ്പോ എന്താണ്? അവർക്ക് ഒരു ഫ്രിക്ഷൻ വരും, അവർക്ക് മൂവ്മെന്റിന് പറ്റില്ല. ഓക്കെ, അവരിങ്ങനെ നമ്മള് ഒറിജിനൽ ആയിട്ടുള്ള തേനൊക്കെ ഉണ്ടാവില്ലേ? സോ അത് എത്രയാണ്, അത് പ്യുവർ ആണോ നോക്കുന്നത്? നമ്മൾ അതിന്റെ വിസ്കോസിറ്റിയാ നോക്കുന്നത് അല്ലെ? വെള്ളം പോലെ ഒഴുകുന്നതാണെങ്കിൽ അത് ഇംപ്യുവർ ആണ്, അത് എന്തോ മായവും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ടാണ് അങ്ങനെ. സോ ഹൈലി പ്യുവർ ആവണമെങ്കിൽ എന്താണ്? കുറച്ച് വിസ്കോസിറ്റി വേണം. സോ അതുപോലെ സെമന്റെ കേസ് പറയുമ്പോൾ ഹൈലി വിസ്കസ് ആയാൽ എന്താ? അതിന് മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇത്രയും ട്രാവൽ ചെയ്ത് പോകണം അല്ലെ? സോ ഫെലോപ്പിയൻ ട്യൂബ് വരെ അങ്ങനെ അത്രയും ട്രാവൽ ചെയ്ത് പോകാനുണ്ട്. സോ അത് അത്രയും വിസ്കസ്, അത്രയും ഹൈലി വിസ്കസ് ആയിക്കൂടാ. സോ ഏതായിരിക്കും നമ്മൾ നോക്കുന്നത്? ഏതായിരിക്കും? ഓഡ് കളർ ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഡ്രിപ്പ് പാറ്റേൺ ആൻഡ് സ്ട്രിങ് ഫോർമേഷൻ? ഓക്കെ, അതായത് സ്ട്രിങ് പോലെ ഇങ്ങനെ എന്താണ് ഇത്ര സെന്റിമീറ്ററോളം അളവിൽ വരും. ഓക്കെ, നമ്മൾ അത് വലിച്ചാല്. സോ അതാണോ, അല്ലെങ്കിൽ ഫ്രക്ടോസ് എസ്റ്റിമേഷൻ ആണോ, അല്ലെങ്കിൽ pH മെഷർമെന്റ് ആണോ? ഏതാണ് ആൻസർ? പറയാം. യെസ്, ഡ്രിപ്പ് പാറ്റേൺ ആൻഡ് സ്ട്രിങ് ഫോർമേഷൻ ആണ്. അതിലാണ് നമ്മൾ വിസ്കോസിറ്റി നോക്കുന്നത്. ഓക്കെ, സോ ഡ്രിപ്പ് പാറ്റേൺ എന്ന് പറയുമ്പോൾ ഫ്ലോ, സെമന്റെ ഫ്ലോ. ഓക്കെ, ഫ്ലോ ഓഫ് സെമൻ ആണ് നമ്മൾ നോക്കുന്നത്. ടെസ്റ്റിലെ കൂടിയില്ലേ ഫ്ലോ ഓഫ് സെമൻ ആൻഡ് സ്ട്രിങ് ഫോർമേഷൻ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ സ്ട്രിങ് പോലെ ഇങ്ങനെ വരുന്നത്. പിന്നെ അത് എന്താണ്? അതിന്റെ വിസ്കോസിറ്റിയും കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, സോ ഹൈലി കൂടുതൽ വലിയ സ്ട്രിങ് ആണെങ്കിൽ അത് ഹൈലി വിസ്കസ് ആയിരിക്കും. ഓക്കെ, നോർമൽ സെമൻ എന്ന് പറയുമ്പോൾ ഒരു ലെസ് ദാൻ 2 സെന്റിമീറ്റർ ഒക്കെ അതിന്റെ ആ ഒരു ഡ്രിപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, ഷോർട്ട് സ്ട്രിങ് ആയിരിക്കും, പെട്ടെന്ന് തന്നെ എന്താണ് കുറച്ച് സമയം മാത്രമേ അങ്ങനെ നിൽക്കൂലോ, പിന്നെ അത് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു പോകും. ഓക്കെ, ഡ്രിപ്പ് എന്ന് പറയും, ഡ്രിപ്പ് ഈസിലി. ഓക്കെ, ദെൻ അബ്നോർമൽ സെമൻ ആവുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. ഓക്കെ, മോർ ദാൻ 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത് ആ ടെസ്റ്റിന്റെ. നെക്സ്റ്റ് വൺ. The energy for semen motility is generated in which part? ഏതായിരിക്കും? Which part? ഓപ്ഷൻ എ ഹെഡ് ആണോ, ബി മിഡ് പീസ് ആണോ, സി ടെയിൽ ആണോ, ഡി ആക്രോസോം ആണോ? വേഗം ആൻസർ പറയാം. ഏതാണ്? ഏത് പാർട്ടാണ്? The energy for semen motility. നമ്മൾ പറഞ്ഞതാണല്ലേ, മിഡ് പീസ്. They generate ATP. ATP generate ചെയ്യുന്നുണ്ടല്ലേ? They produce ATP for motility. Next one. Which chemical test in semen analysis checks for the presence of fructose? Fructose-നെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റ് ഏതാണ്? ആസിഡ് ഫോസ്ഫേറ്റേസ് ടെസ്റ്റ് ആണോ, റിസോസിനോൾ ടെസ്റ്റ് ആണോ, അല്ലെങ്കിൽ ബെനിഡിക്ട് ടെസ്റ്റ് ആണോ, അല്ലെങ്കിൽ ബൈയൂറിക് ടെസ്റ്റ് ആണോ? ഏതാണ്? യെസ്, അഞ്ജു, ഹിർഷാന. യെസ്, ഏതായിരിക്കും? എല്ലാവരും ബി പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്, ബി ആണല്ലേ?
റിസോഴ്സിനോൾ ടെസ്റ്റ് ആണ്. റിസോഴ്സിനോൾ ടെസ്റ്റ് ആണ് നമ്മള് ഫ്രക്ടോസ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും അതിന്റെ റിയാക്ഷൻ? എന്ത് കളർ ആയിരിക്കും തരുക? എന്ത് കോംപ്ലക്സ് ആയിരിക്കും തരുക? ഒരു ഗ്രീനിഷ് കളേർഡ് കോംപ്ലക്സ് ആയിരിക്കും തരുക. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് ഫ്രക്ടോസ്. ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ കളർ, ബ്ലൂ ഗ്രീൻ കളർ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് ആയിരിക്കും തരുക. സോ റിസോഴ്സിനോളിന്റെ വേറൊരു പേരെന്താണെന്നറിയോ? വേറൊരു പേര് ഫോർ റിസോഴ്സിനോൾ, another name for റിസോഴ്സിനോൾ എന്തായിരിക്കും? നമ്മള് ഫ്രക്ടോസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബയസ് ടെസ്റ്റ് ആണല്ലേ? ഓക്കെ, സോ കളർ കിട്ടുന്നത് ബ്ലൂ ഗ്രീൻ കളർ ആണ്. സോ അതാണ് നമ്മുടെ പ്രിൻസിപ്പൽ. ഫ്രക്ടോസിന് ദാറ്റ് ഇസ് എ കീറ്റോഹെക്സോസ് ദാറ്റ് റിയാക്ട്സ് വിത്ത് റിസോഴ്സിനോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. ഓക്കെ, ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ഒരു ഗ്രീൻ, ബ്ലൂയിഷ് ഗ്രീൻ കളർ കിട്ടും. ആ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ there is presence of fructose. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is oligospermia? ഓക്കെ, ക്ലാസിന്റെ തുടക്കം പറഞ്ഞാന്നല്ലേ. ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സെൻസ് ഓഫ് സ്പേം ആണോ? ലോ സ്പേം കൗണ്ട് ആണോ? അല്ലെങ്കിൽ ഇമ്മോർട്ടൈൽ ആയിട്ടുള്ള സ്പേം ആണോ? അല്ലെങ്കിൽ അബ്നോർമൽ സ്പേം മോർഫോളജി ആണോ? ഏതായിരിക്കും വരുക? വേഗം തന്നെ ചാറ്റ് ചെയ്യൂ, ആൻസർ പറഞ്ഞോളൂ. ഏതായിരിക്കും വരുക? ഒളിഗോസ്പെർമിയ. സോ ഒളിഗോമേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ലോ സ്പേം കൗണ്ട്. ഓക്കെ, ലോ സ്പേമിന്റെ കൗണ്ട് കുറവായിരിക്കും. ഓക്കെ, സോ അസോസ്പെർമിയ എന്ന് പറഞ്ഞ ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. അസോസ്പെർമിയ എന്ന് പറഞ്ഞാല് 0 സ്പേം കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ ഒരു 4 ഈ 4 ഇല്ലേന്നല്ല, 4 നമുക്ക് ആ ഒരു കണക്കിലെടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദർ ഇസ് നോ സ്പേം. ആൻഡ് ഒളിഗോസൂസ്പെർമിയ അല്ലെങ്കിൽ ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ലെസ് ദാൻ 15 ml. ഓക്കെ, അത്രയും കുറവായിരിക്കും. 15 millions per ml ആയിരിക്കും WHO പ്രകാരം പറയുന്നത് ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാല്. ക്ലിയർ ആണോ? സോ ആ ഒരു ടെർമിനോളജി വെച്ച് കൺഫ്യൂഷൻ വരണ്ട. ഇപ്പൊ തന്നെ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. Which factor is not evaluated in a routine semen analysis? Not എന്ന് പറയുന്നുണ്ട്. Not വോളിയം ആണോ, മോട്ടിലിറ്റി ആണോ, മോർഫോളജി ആണോ, DNA സീക്വൻസിങ് ആണോ? ഏതാണ്? Which factor is not evaluated in routine semen analysis? So routine semen analysis നമ്മൾ നോക്കാത്തത് ഏതാണ്? Not. ഏതായിരിക്കും വരുക? കണ്ണും പൂട്ടി ആൻസർ പറയാം അല്ലേ? ഏതായിരിക്കും? ഡി ആണല്ലേ. DNA സീക്വൻസിങ് ആണ് നമ്മൾ നോക്കാത്ത. ബാക്കിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണല്ലേ. റുട്ടീൻ അനാലിസിസിൽ ബാക്കിയൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. സോ DNA അനാലിസിസ് മാത്രമേ ചെക്ക് ചെയ്യാണ്ടില്ലൂ. സോ DNA അനാലിസിസ് ആക്ച്വലി ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, സോ റുട്ടീൻ എന്താണ് ടെസ്റ്റിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറില്ല. അല്ലാത്ത രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റിയും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആഫ്റ്റർ ലിക്വിഫാക്ഷൻ നോർമൽ സെമൻ ഷുഡ് അപ്പിയർ. ഓക്കെ, ആഫ്റ്റർ ലിക്വിഫാക്ഷൻ, ലിക്വിഫൈ ചെയ്താല് എങ്ങനെയായിരിക്കണം അവര് ഉണ്ടാവുന്നത്? തിക്ക് ആൻഡ് കൊയാഗുലേറ്റഡ് ആണോ, അല്ലെങ്കിൽ തിൻ ആൻഡ് വാട്ടറി ആണോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലിയർ ആണോ, അല്ലെങ്കിൽ യെലോയിഷ് ആൻഡ് തിക്ക് ആണോ? എങ്ങനെയായിരിക്കും? ആഫ്റ്റർ ലിക്വിഫാക്ഷൻ നോർമൽ സെമൻ ഷുഡ് ബി. യെസ്, ആൻസർ പറയാം. ആൻസർ ആഫ്റ്റർ ലിക്വിഫാക്ഷൻ എന്ന് പറയുമ്പോൾ ലിക്വിഫാക്ഷൻ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ എന്താണ് പ്രോട്ടീനേസും എൻസൈംസും കാര്യങ്ങളൊക്കെ വന്ന് ക്ലീവ് ചെയ്ത് കഴിഞ്ഞാല് അത് തിൻ ആൻഡ് വാട്ടറി ആയിരിക്കും. ആ ഒരു ചെറിയ വിസ്കോസിറ്റിയും കാര്യങ്ങളൊക്കെ അതിൽ നഷ്ടപ്പെടും. ഓക്കെ, സോ അവര് എന്താണ് വാട്ടറി, വെറും വെള്ളം പോലെ ആയിരിക്കും ഉണ്ടാവുക ആഫ്റ്റർ ലിക്വിഫാക്ഷൻ. ഓക്കെ, എത്ര ടൈം കഴിയുമ്പാണ്? ഒരു അറൌണ്ട് 30 minutes ഒക്കെ കഴിയുമ്പാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A semen sample showing low pH may indicate. Low pH ആണെങ്കിൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Increased seminal vesicle contribution, then prostate gland dysfunction, then normal sample, then de-infection.
എന്തായിരിക്കും? എ നോർമൽ സാമ്പിൾ ഷോയിങ് ലോ pH. ലോ pH ആണെങ്കിൽ എന്തായിരിക്കും? ആൻസർ പറയാം, പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞോളൂ. എന്തായിരിക്കും വരുക? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ ആയിരിക്കും അല്ലെ? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ് pH, അതിന്റെ pH വേരി ചെയ്യുന്നത്. ഓക്കെ, സാധാരണ ഒരു ന്യൂട്രൽ സ്ലൈറ്റ്ലി ആൽക്കലൈൻ pH ആണ്. സോ ഇതിന്റെ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിസ്ഫങ്ഷൻ, അതായത് ലോ pH കുറയുമ്പോൾ, അതായത് കൂടുതൽ അസിഡിക് ആവുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ ആയിരിക്കും. ഇനി കൂടുതൽ ബേസിക് ആവുമെങ്കിൽ എന്തായിരിക്കും? എന്തെങ്കിലും കൈൻഡ് ഓഫ് UTI, ഓക്കെ, എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ ബേസിക് ആവുക. ഓക്കെ, സോ അതൊന്ന് പഠിച്ചു വെക്കണം. Okay, so ഈ slightly alkaline 7.2 to 8. So സെമൻ ആൽക്കലൈൻ എന്തിനാണ്? ഈ ആൽക്കലൈനിറ്റി എന്തിനാ കൊടുക്കുന്നത്? നമ്മുടെ ഫീമെയിൽ വെജൈനേന അല്ലെ, ആ ഒരു എൻവയോൺമെന്റിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിട്ട്, ഹൈലി അസിഡിക് ആയിട്ടുള്ള 4 to 5 അസിഡിറ്റി ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ലൈറ്റ്ലി ആൽക്കലൈനിറ്റി കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ കാണാം നിങ്ങൾക്ക് pH കൂടുവാണെങ്കിൽ, ദാറ്റ് ഈസ് pH 7.2 കുറയുകയാണെങ്കിൽ മീൻസ് അസിഡിക് ആണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഡിസ്ഫങ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെമിനൽ വെസിക്കൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ ആയിരിക്കും. ആൻഡ് 8, ഓക്കെ, 8 കൂടുവാണെങ്കിൽ, അതായത് ഹൈലി ബേസിക് ആവുമെങ്കിൽ എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. ദാറ്റ് ഈസ് മോർ ആൽക്കലൈൻ ആവുമെങ്കിൽ. Okay, next one, what is the main function of bulbourethral gland in semen production? Bulbourethral gland ന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ആഡ് ഫ്രക്ടോസ് ആണോ, സെക്രീറ്റ് ആൽക്കലൈൻ മ്യൂക്കസ് ആണോ, ദെൻ ആഡ് സ്പേം ആണോ, അല്ലെങ്കിൽ കൊയാഗുലേറ്റ് സെമൻ ആണോ? ഏതായിരിക്കും bulbourethral ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ? എന്തായിരിക്കും ഫംഗ്ഷൻ? ചാറ്റ് ചെയ്യാം. എന്തായിരിക്കും ഫംഗ്ഷൻ? bulbourethral ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ. സോ കുറെ ഗ്ലാൻഡ്സ് ഉണ്ടല്ലേ. സോ bulbourethral ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ദേ സെക്രീറ്റ് ആൽക്കലൈൻ മ്യൂക്കസ്. ഓക്കെ, ആ ഒരു ആൽക്കലൈനിറ്റി കൊടുക്കുന്നത് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു എന്താണ്, ഒരു സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ആൽക്കലൈനിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അപ്പോഴേ ന്യൂട്രൽ ആയിട്ട് അതിന് കൂടുതൽ മോട്ടൈൽ ആവാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അത് വയബിൾ ഒക്കെ ആവണമെങ്കിൽ ആ ഒരു ആൽക്കൈലിനിറ്റി കൊടുക്കണം. നെക്സ്റ്റ് വൺ, വിച്ച് ഫ്ലൂയിഡ് സറൗണ്ട്സ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് സറൗണ്ട് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്താണ്? പ്ലൂറൽ ഫ്ലൂയിഡ് ആണോ, പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണോ, സൈനോവിയൽ ആണോ, CSF ആണോ? ഏതായിരിക്കും? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് CSF ആണല്ലേ, സംശയമില്ലല്ലോ. CSF ആണ്. ഓക്കെ, സ്പൈനൽ കോഡിനൊക്കെ എന്താണ്? ന്യൂട്രിയൻസും, വേണ്ടുന്ന ന്യൂട്രിയൻസും ലൂബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് മെംബ്രെയിൻ പ്രൊഡ്യൂസസ് പ്ലൂറൽ ഫ്ലൂയിഡ്? പ്ലൂറൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? മെനിഞ്ചസ് ആണോ, പെരിറ്റോണിയം ആണോ, പ്ലൂറ ആണോ, സൈനോവിയം ആണോ? ഏതായിരിക്കും? യെസ്, ഏതായിരിക്കും? മെംബ്രെയിൻ പ്രൊഡ്യൂസസ് പ്ലൂറ അല്ലെ. പ്ലൂറൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലൂറ എന്നാണ് അല്ലെ, ലങ്സിലെ പ്ലൂറ മെംബ്രെയിൻ എന്നാണ് ഫ്ലൂയിഡ്. ആ ഒരു ലങ്സിന് അല്ലെ, ആ ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, നോർമൽ അപ്പിയറൻസ് ഓഫ് CSF ഈസ്? ചാറ്റ് ചെയ്യാം, മടിക്കണ്ട, നിങ്ങൾ ചാറ്റ് ചെയ്തോളൂ. ഏതാണ് നോർമൽ അപ്പിയറൻസ് ഓഫ് CSF? ക്ലൗഡി, ബ്ലഡി, ക്ലിയർ ആൻഡ് കളർലെസ്, യെല്ലോ. സോ ഏതായിരിക്കും CSFന്റെ നോർമൽ അപ്പിയറൻസ്? ഏതാണ് നോർമൽ അപ്പിയറൻസ് ഓഫ് CSF? യെസ്, വെരി ഗുഡ്. ചിപ്പി, അഞ്ജു, ഹിർഷാന, യെസ്, വെരി ഗുഡ്. C ആണല്ലേ, ക്ലിയർ ആൻഡ് കളർലെസ് ആണ്. നെക്സ്റ്റ് വൺ, accumulation of fluid in the peritoneal cavity is called? peritoneal cavityയിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെന്താ വിളിക്കുക? ഹൈഡ്രോതൊറാക്സ് ആണോ, ദെൻ അസൈറ്റിസ് ആണോ, പെരികാർഡിയൽ എഫ്യൂഷൻ ആണോ, എഡിമ ആണോ? സോ പെരിറ്റോണിയൽ കാവിറ്റിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ്, അത് നമ്മൾക്ക് ദോഷകരമായിട്ടുള്ള ഫ്ലൂയിഡ് അല്ല അല്ലേ. സോ എന്തായിരിക്കും അതിനെ വിളിക്കുക? എന്തായിരിക്കും? ascites അല്ലേ, ascites ആണ്.
abdominal peritoneal cavity lokke accumulate cheyna fluid. Yes, very good. B aanu. Yes. Next one, chylous fluid in pleural space appears. Pleural space chylous fluid എങ്ങനെയാ clear ആയിട്ടാണോ ഉണ്ടാവുക അല്ലെങ്കിൽ bloody, milky, yellow? ഏതായിരിക്കും ഉണ്ടാവുക? ആൻസർ പറയാം. Yes, C ആണ് ആൻസർ. Okay, confusion ഉണ്ട് ചെറിയ. C ആണ് ആൻസർ. Okay, that is appears milky due to triglycerides ആയതുകൊണ്ടാണ് അതിനൊരു milky appearance വരുന്നത്. Next one, which stain is best for identifying bacteria in body fluids? ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ ബോഡി ഫ്ലൂയിഡ്സിലെ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ്? പാപ്പ് ആണോ, സീൽ നീൽസൺ ആണോ, ഗ്രാം സ്റ്റെയിൻ ആണോ, സുഡാൻ 3 ആണോ? ഏതായിരിക്കും? Which stain is best for identifying bacteria? Yes, answer പറഞ്ഞോളൂ. ഒരു മിക്സഡ് ആൻസർ കാണുന്നുണ്ട്. സി ആണ്. ഓക്കെ, ഗ്രാം സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സി. ഓക്കെ, രമ്യ സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വേറെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഗ്രാം സ്റ്റെയിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ബാക്ടീരിയ ബോഡി ഫ്ലൂയിഡ്സിനൊക്കെ ബാക്ടീരിയൽ പ്രസൻസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ ഗ്രാം സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുക. വേറെ ഒന്നും യൂസ് ചെയ്യില്ല. ഗ്രാം സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പാപ്പ് നമ്മൾ പിന്നെ എവിടെയാ പറഞ്ഞേ? സ്പേമിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ പാപ്പ് അല്ലെ, പാപ്പ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ, ഹൈ ന്യൂട്രോഫിൽ കൗണ്ട് ഇൻ പ്ലൂറൽ ഫ്ലൂയിഡ് സജസ്റ്റ്. ഹൈ ന്യൂട്രോഫിൽ കൗണ്ട് കൂടിയാൽ ട്യൂബർകുലോസിസ് ആണോ, വൈറൽ ഇൻഫെക്ഷൻ ആണോ, എംഫീമിയ ആണോ, അല്ലെങ്കിൽ മാലിഗ്നൻസി ആണോ, എന്തെങ്കിലും കൈൻഡ് ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണോ? ഏതാണ്? ഹൈ ന്യൂട്രോഫിൽ കൗണ്ട് കാണിക്കുന്നത് എംഫീമെയിൽ ആണ്. ദാറ്റ് ഇസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടുമ്പോൾ ന്യൂട്രോഫിൽസിന്റെ കൗണ്ട് കൂടുക. ഓക്കെ, WBC ആയ ന്യൂട്രോഫിൽസിന്റെ കൗണ്ട് കൂടുക. പ്രിഡോമിനന്റ്ലി ഹൈ ആയിരിക്കും അവര്. ഓക്കെ, സോ ഞാൻ അന്നൊരു നിമോണിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിന്റെ ആണ് കൗണ്ട് അല്ലെ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ന്യൂട്രോഫിൽസ് ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ എന്തായിരുന്നു നമ്മൾ അതിൽ പറഞ്ഞ നിമോണിക്സ്? നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ് ബനാനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ അല്ലെ. നെവർ, ന്യൂട്രോഫിൽസ്, നെവർ ലെറ്റ് മങ്കീസ് ഈറ്റ്, ആ ഒരു ഓർഡറിലായിരുന്നു നമ്മൾ പഠിച്ചത്. സോ അതൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, അതൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കുക ഈ ഒരു ടൈമില്. ഓക്കെ, സോ ആ ഒരു നിമോണിക്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒന്ന് ഓർത്തെടുക്കുക. ഓക്കെ, സോ ന്യൂട്രോഫിൽസ് ആണ് കൂടുതൽ കാണുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് ബോഡി ഫ്ലൂയിഡ് ഈസ് എക്സാമിൻഡ് ഫോർ ആർത്രൈറ്റിസ് ഡയഗ്നോസിസ്? ഏതായിരിക്കും ആർത്രൈറ്റിസ് ഡയഗ്നോസിസ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഏതായിരിക്കും? പെരിറ്റോണിയൽ ആണോ, സൈനോവിയൽ ഫ്ലൂയിഡ് ആണോ, പ്ലൂറൽ ഫ്ലൂയിഡ് ആണോ, പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണോ? ഏതായിരിക്കും? സൈനോവിയൽ. ഏതായിരിക്കും? ആർത്രൈറ്റിസിന്റെ സൈനോവിയൽ ഫ്ലൂയിഡ് ആണല്ലേ. ബി ആണ് ആൻസർ. സൈനോവിയൽ ഫ്ലൂയിഡ് ആണ്. യെസ്, ചിപ്പി. യെസ്, വെരി ഗുഡ്. ബി ആണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സാന്തോക്രോമിയ ഇൻ CSF? സാന്തോക്രോമിയ എന്താണ്? ഒരു മിൽക്കി അപ്പിയറൻസ് ആണോ, പിങ്ക് ഓർ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ആണോ, അല്ലെങ്കിൽ ക്ലൗഡി അപ്പിയറൻസ് ആണോ, അല്ലെ ബ്ലഡി സാമ്പിൾ ആണോ? എന്തായിരിക്കും സാന്തോക്രോമിയ ഇൻ CSF? സാന്തോക്രോമിയ ഇൻ CSF നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ. പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. PYQ ആണ് ഇതൊക്കെ. പിങ്ക് ആൻഡ് യെല്ലോ. ഓക്കെ, പിങ്ക് ആൻഡ് യെല്ലോ കളർ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ആ ഡിസ്കളറേഷൻ, പിങ്ക് ആൻഡ് യെല്ലോ ഡിസ്കളറേഷൻ. യെസ്, വെരി ഗുഡ്. എല്ലാവരും ഓൾമോസ്റ്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ട്യൂബർകുലോസിസ് ആൻഡ് പ്ലൂറൽ ഫ്ലൂയിഡ്? പ്ലൂറൽ ഫ്ലൂയിഡിലെ ട്യൂബർകുലോസിസ് ടെസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഏതാണ്? സ്റ്റെയിനിങ്, ആസിഡ് സ്റ്റെയിനിങ് ആണോ, അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിങ് ആണോ, സുഡാൻ സ്റ്റെയിൻ ആണോ, ബയോറിക് ടെസ്റ്റ് ആണോ? ഏതായിരിക്കും? ആൻസർ പറയാം. ഏതായിരിക്കും? ആസിഡ് ഫാസ്റ്റ് ആണ്. ട്യൂബർകുലോസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് AFB സ്റ്റെയിനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്കോ ബാക്ടീരിയത്തിന്റെയാണ്. ഓക്കെ, ട്യൂബർകുലോസിസ് ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ആസിഡ് ഫാസ്റ്റ് ആണ്. യെസ്, A ആണ് കറക്റ്റ്. ചിപ്പി, രമ്യ. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, a low glucose level in synovial fluid suggests
Options are normal finding, option B bacterial infection, option C viral infection, option D trauma. So low glucose level, okay, synovial fluid ile low glucose level endane suggest cheyyunnathu, എന്തായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? ലോ ഗ്ലൂക്കോസ് ലെവൽ ആണെങ്കിൽ സൈനോവിയൽ ഫ്ലൂയിഡ് നമ്മുടെ മുട്ടിലിടയിലില്ലേ അല്ലെ, ജോയിന്റ്സിന്റെ ഒക്കെ ഇടയിലുള്ളതാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. സോ അത് സജസ്റ്റ് ചെയ്യുന്നത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ. യെസ്, വെരി ഗുഡ്, ബി ആണ്. യെസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ വരുക. നെക്സ്റ്റ് വൺ, അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഇസ് ടെസ്റ്റഡ് മെയിൻലി ഫോർ. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് കിഡ്നി ഫംഗ്ഷൻ നോക്കാനാണോ, ഫീറ്റൽ ഹെൽത്ത് ആണോ, ലങ് ഡിസീസ് ആണോ, ആർത്രൈറ്റിസ് ആണോ? ഏതായിരിക്കും? അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. സോ നമുക്ക് അറിയുന്നത് അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഫീറ്റൽ ഹെൽത്ത് നോക്കാനല്ലേ, ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലെ, അബ്നോർമാലിറ്റി എന്തെങ്കിലും ഉണ്ടോ, അതിന്റെ ക്രോമസോമൽ അബ്നോർമാലിറ്റിയോ ജെനറ്റിക് അബ്നോർമാലിറ്റിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? Next question, which crystal is found in gouty arthritis in synovial fluid? So discuss ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതായിരിക്കും? synovial fluid. സോ എല്ലാവരും കറക്റ്റ് ആൻസർ പറയണം. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എല്ലാവരും കറക്റ്റ് ആൻസർ പറയണം. കാൽസ്യം പൈറോഫോസ്ഫേറ്റ് ആണോ, അല്ലെങ്കിൽ മോണോസോഡിയം യൂറേറ്റ് ആണോ, ദെൻ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ആണോ, ആൻഡ് ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ആണോ? ഏതായിരിക്കും? വിച്ച് ക്രിസ്റ്റൽ ഇസ് ഫൗണ്ട് ഇൻ ഗൗട്ടി ആർത്രൈറ്റിസ്. സോ ഗൗട്ടി ആർത്രൈറ്റിസിൽ കാണുന്ന ക്രിസ്റ്റൽ ഏതാണ്? ഗൗട്ടില്. ഓക്കെ, ഗൗട്ടിനെ മിമിക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഓപ്ഷൻസിൽ. സോ തെറ്റിപ്പോവാൻ പാടില്ല. യെസ്, എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഏതാണ് വരുക? മോണോസോഡിയം യൂറേറ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. യെസ്, കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്. ഓക്കെ, നീഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ആണ്. നമ്മൾ യൂറിക് ആസിഡ് ദേ ആർ ഫോംഡ് ഫ്രം യൂറിക് ആസിഡ്. എന്താണ്, പിരമിഡിൻസിന്റെ ഒന്നും അതൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് യൂറിക് ആസിഡ് ഫോം ചെയ്യുമ്പോഴാണ് ഇത് അല്ലെ. വീക്ക് ആയിട്ടുള്ള എക്സസൈസും ഗുഡ് ഡയറ്റ് ഹെൽത്ത് ഒന്നും ഇല്ലെങ്കിലാണ് ഈ ഒരു എന്താണ് ബി മോണോസോഡിയം യൂറേറ്റ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുക, നീഡിൽ ലൈക്ക് ക്രിസ്റ്റൽസ് ഫോം ചെയ്യുക. ഓക്കെ, ദെൻ കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് ഉണ്ട്. സി വരില്ല. സി എന്ന് പറയുന്നത് precipitation of cholesterol ആണ്. Okay, cholesterol crystals ഒക്കെയാണ് ഫോം ചെയ്യുന്നത്. സോ കൊളസ്ട്രോൾസ് വരില്ല. പിന്നെ അതുപോലെ കാൽഷ്യം പൈറോഫോസ്ഫേറ്റ് ഉണ്ടല്ലേ, ദാറ്റ് ഈസ് ദേ ആർ കോമൺലി നോൺ ആസ് സ്യൂഡോ ഗൗട്ട് എന്ന് പറയും. ഈ ഒരു ക്രിസ്റ്റൽസ് സംടൈംസ് എന്താണ് നമ്മൾ തെറ്റിദ്ധരിക്കും. സോ കാൽസ്യം പൈറോഫോസ്ഫേറ്റ് ഡിപ്പോസിഷൻസ് ഉണ്ടെങ്കിലാണ് ഈ ഒരു കാൽസ്യം പൈറോഫോസ്ഫേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാവുക. ഓക്കെ, സോ അതിന്റെ ഷേപ്പ് വെച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ റീനൽ കാൽക്കുലേ അല്ലെങ്കിൽ കിഡ്നി ഡിസീസസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഓക്സലേറ്റ് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ കൊളസ്ട്രോൾ സി വരില്ല, ആൻസർ സി വരില്ല. ഓക്കെ, കൊളസ്ട്രോൾ ക്രിസ്റ്റൽസ് വരില്ല, മോണോസോഡിയം യൂറേറ്റ് ആണ് വരിക. ഓക്കെ, സോ ഇതിന്റെ ഒരു ടാബ്ലർ കോളം നമ്മള് ഈ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടാബ്ലർ കോളം ഒന്ന് ഓടിച്ചു നോക്കിക്കോളൂ. ഓക്കെ, ഓക്കെ, സോ ഇന്നത്തെ ഈ ക്ലാസ്, ഈ ഒരു സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങളെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഇത് റിലേറ്റഡ് മാത്രമല്ല, നിങ്ങൾക്ക് ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മടിക്കണ്ട, മെന്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ടാബ്ലർ കോളം, ഓക്കെ, നമ്മള് ഇതൊക്കെ ഒരു കൺഫ്യൂസിങ് ഏരിയ ആണല്ലേ, സെമനും കാര്യങ്ങളെല്ലാം. ആ ഒരു സ്റ്റാർട്ടിങ് നിങ്ങൾക്കും ചെറിയൊരു ട്രബിൾ ഉണ്ടായി എന്ന് മനസ്സിലായി അല്ലെ. ആ ഒരു സ്റ്റാർട്ടിങ് ഏരിയ സെമനും കാര്യങ്ങളൊക്കെ പറയുമ്പം അല്ലെ, ആ ഗ്ലാൻസിന്റെ കാര്യങ്ങളും അതൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, അതുപോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ കൂടുതൽ എന്താണ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു.